നിത്യക്ക് ഒരു ആക്സിഡന്റിന് ശേഷം അവൾ കാണുന്ന എല്ലാ ആണുങ്ങളുടെ മുഖവും അവളുടെ ബോയ്ഫ്രണ്ട് ആയിട്ടുള്ള മൈക്കിളിന്റേത് പോലെയാണ് തോന്നുന്നത്. മൈക്കിൾ ഒരു പെയിന്റിംഗ് ആർട്ടിസ്റ്റ് ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നിത്യയും അവളെ സഹായിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ ആക്സിഡന്റ് സംഭവിച്ചിരിക്കുന്ന നിത്യയെ കാണാനായിട്ട് അവളുടെ ഫ്രണ്ട് സാറ വരുന്നുണ്ട്. അവൾ ഓക്കെ അല്ല എന്നെല്ലാം ചോദിക്കുകയാണ്. ഈ സമയത്ത് നിത്യയുടെ അമ്മ അവിടെ നിന്ന് മാറി പോകുമ്പോൾ സാറയുടെ ടോൺ തന്നെ മാറാണ്. അവൾ ഭയങ്കര ദേഷ്യത്തോടുകൂടി സത്യം പറഞ്ഞോ, നിന്നെ മൈക്കിൾ എന്തെങ്കിലും ചെയ്തതാണോ? ഈ ഒരു ആക്സിഡന്റിന് ശേഷം അവരെ കാണാനില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. നിത്യക്ക് എന്തുകൊണ്ടാണ് സാർ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല. കാരണം ഈ ആക്സിഡന്റിന് മുന്നേ നടന്ന കാര്യങ്ങളൊന്നും നിത്യക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ഗ്യാസ് സിലിണ്ടർ എങ്ങനെയാണ് പൊട്ടിത്തെറിച്ചതെന്നും ആർക്കും അറിയില്ലായിരുന്നു. നിത്യ മൈക്കിളും എങ്ങനെയാണ് സ്നേഹത്തിലായതെന്ന ഒരു ഫ്ലാഷ് ബാക്കിലൂടെ കാണിക്കുകയാണ്. നിത്യ ഓഫീസിൽ വരുന്ന സമയത്ത് മൈക്കിൾ അവിടുത്തെ ഇന്റീരിയർ ഡിസൈനിന്റെ വർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നിത്യ മൈക്കിളിനെ കണ്ട് സംസാരിക്കുന്നുണ്ട്. നിത്യയുടെ ടോണൊക്കെ കണ്ട സാറക്കും അവൾക്ക് മൈക്കിളിനോട് എന്തോ താല്പര്യം ഉണ്ടെന്ന് മനസ്സിലാവാണ്. അതുപോലെ തന്നെ ഓഫീസിൽ വന്നിരുന്നിട്ടും അവൾ മൈക്കിളിനോട് ചിരിച്ചോണ്ട് ചാറ്റ് ചെയ്യുന്നതെല്ലാം സാറ് ശ്രദ്ധിക്കുന്നുണ്ട്. വൈകിട്ട് അവൾ ഓഫീസ് വിട്ട് പോകുന്ന സമയത്തും മൈക്കിള് അവളെ വെയിറ്റ് ചെയ്ത് പുറത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു ചായ കുടിച്ചാലോ എന്ന് അവൻ ചോദിക്കുമ്പോൾ തിരിച്ചെന്നെ ഹോസ്റ്റലിൽ കൊണ്ടുപോയി ആക്കുന്നുണ്ടെങ്കിൽ ചായ കുടിക്കാന്ന് പറഞ്ഞ് അവര് രണ്ടുപേരും ഒരു റൈഡിന് പോകുന്നുണ്ട്. പിന്നീട് അങ്ങനെ അവര് സെറ്റ് ആവാണ്. എല്ലാ ദിവസവും ലേറ്റ് ആയിട്ട് നിത്യ ഹോസ്റ്റലിൽ കയറുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ വാർഡൻ അവളെ ചീത്ത പറയുന്നുണ്ട്. എന്നാൽ വാർഡനെ ഈ മൈക്കിള് ചീത്ത പറയാണ്. ഇങ്ങനെയാണെങ്കിൽ നീ ഇവിടെ നിൽക്കണ്ടെന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോഴും നിത്യയാണോ ഒന്നും മിണ്ടാതെ പോകുന്നു പറഞ്ഞ് അവനെ പറഞ്ഞയക്കുന്നത്. ഇപ്പോൾ ഭയങ്കര ടെൻഷൻ ആയിട്ടുള്ള നിത്യയും ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് എന്റെ ഈ അസുഖം എപ്പോഴാണ് മാറാ, എങ്ങനെ എനിക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്നെല്ലാം ചോദിക്കുകയാണ്. എന്നാൽ ഇതിന് സ്പെഷ്യൽ ആയിട്ട് ഒരു ട്രീറ്റ്മെന്റ് ഇല്ല, ഒരു തെറാപ്പിസ്റ്റിനെ ഞാൻ റെഫർ ചെയ്ത് തരാം, അയാളെ പോയി കാണാനായിട്ടും ഈ ഡോക്ടർ പറഞ്ഞ് അവളെ ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. ഡിസ്ചാർജ് ചെയ്ത് നിത്യ നേരെ അവളുടെ ഗ്രാമത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. വഴിയിൽ വെച്ച് ഒരു സ്കൂൾ കണ്ടപ്പോ നിത്യക്ക് മൈക്കിളിനായിട്ട് ആ ഒരു സ്കൂളിൽ പെയിന്റ് ചെയ്യാൻ വന്ന കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നുണ്ട്. വീട്ടിൽ വന്ന നിത്യ അവളുടെ അച്ഛനെ പോലും മൈക്കിളായിട്ടാണ് കാണുന്നത്. അച്ഛനോടൊന്നും മിണ്ടാതെ അവള് റൂമിൽ പോയി വാതിൽ അടയ്ക്കുന്നുണ്ട്. ഇപ്പൊ അച്ഛൻ അവളുടെ ഒരു കാര്യത്തിനും വന്നിരുന്നില്ല. അമ്മയോടാണ് അവൾക്ക് എന്താ പറ്റിയെന്ന് ഭയങ്കര ദേഷ്യത്തോടുകൂടി ഒട്ടും കെയർ ഇല്ലാതെ ചോദിക്കുന്നത്. ആക്ച്വലി നിത്യ ചെറുതായിരിക്കുന്ന ടൈമിൽ പോലും അച്ഛൻ അവളെ പറ്റി ഒരു ശ്രദ്ധ കെയറോ ഒന്നും ഉണ്ടായിരുന്നില്ല. എപ്പോഴും അമ്മയായിട്ട് വഴക്കാണ്. നിത്യക്ക് പെയിന്റ് ചെയ്യാൻ ഇഷ്ടമായിരുന്നു. അവൾ പെയിന്റ് ചെയ്തിരിക്കുന്ന സമയത്ത് പോലും അച്ഛൻ അവളുടെ പെയിന്റിങ്ങിലേക്ക് വെള്ളം എല്ലാം തട്ടിയിടുമായിരുന്നു. അത്രയും ക്രൂരനായിട്ടുള്ള ഒരാളായിരുന്നു അവളുടെ അച്ഛൻ. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നിത്യക്ക് ആ ഒരു അച്ഛനെ ഇഷ്ടമല്ലായിരുന്നു. നിത്യ മൈക്കിളും ഒന്നിച്ച് ലിവിംഗിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവരുടെ തൊട്ടപ്പുറത്തുള്ള ചേച്ചി അവളെ കാണാനായിട്ട് വരുന്നുണ്ട്. മൈക്കിൾ അവിടേക്കെങ്ങാനും വന്നിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതിനുശേഷം അവനെ കണ്ടിട്ടില്ല എന്നാണ് ആ ചേച്ചി പറയുന്നത്. അതുപോലെ വീടിന് കുറച്ച് ഡാമേജസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്, അതെല്ലാം ആ ചേച്ചി ശരിയാക്കിയെന്നും പറയുന്നുണ്ട്. ഈ ചേച്ചിക്ക് ഒരു മകളാണ് ഉള്ളത്, ഏഞ്ചൽ. ഏഞ്ചലിന് നിത്യനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവള് പോയപ്പോ തൊട്ട് ഏഞ്ചൽ ഭയങ്കര മൂഡ് ഔട്ട് ആണെന്ന് പറയുന്നുണ്ട്. നിത്യ ഇപ്പൊ വീട്ടില് അത് ബോറടിച്ചാണ് ഇരിക്കുന്നത്. ബോറടിക്കുന്ന സമയത്ത് അവള് പെയിന്റ് എല്ലാം ചെയ്യുമായിരുന്നു. ഒരു ദിവസം വീട്ടിലേക്ക് അവളുടെ ഫ്രണ്ട് സാറ കാണാനായിട്ട് വരുന്നുണ്ട്. അവളുടെ കൂടെ സന്ദീപും ഉണ്ടായിരുന്നു. ഈ സന്ദീപിനെ നിത്യ ഒരുപാട് ഇഷ്ടമാണ്. അവളുടെ സീനിയർ ആണ് സന്ദീപ്. വർക്ക് ടൈമില് ഭയങ്കര ഗൗരവാണെങ്കിലും അവൾ ഒറ്റയ്ക്ക് കിട്ടുന്ന സമയത്ത് സന്ദീപ് അവളോട് കെഞ്ചുമായിരുന്നു എന്നെ സ്നേഹിക്കുന്നു പറഞ്ഞിട്ട്. എന്നാൽ അവൾക്ക് ഇപ്പോഴാണ് ഫ്രീഡം കിട്ടിയിരിക്കുന്നത്. അത് എൻജോയ് ചെയ്യണമെന്നും എനിക്കിപ്പോൾ ലവിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാന്നാണ് അവൾ പറഞ്ഞിരുന്നത്. പിന്നീടാണ് അവൾ മൈക്കിളിനായിട്ട് കമ്മിറ്റഡ് ആയത്. ഈ മൂവിയുടെ ഫുൾ പാർട്ട് കാണാൻ താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.